ഇല്ല, ഇത് ഇത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസിനെ ഒതുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ഈ ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് BJP ആ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുകയും വേണം എന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊരു സംശയം രാഷ്ട്രീയമായിട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അത് അതിന്റെ ഉത്തരം ഇനി എങ്ങനെയാണെന്നുള്ളത് BJP പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ കുറെ 4-5 മാസങ്ങളായിട്ട് നടക്കുന്ന പല ചർച്ചകളിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ടുണ്ട്. അന്ന് ഏറ്റവും ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് തന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നുണ്ട് അന്ന് രാഹുൽ ഈശ്വർ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് തന്നെ കടിച്ചു കീറാനും കൊല്ലാനും തിന്നാനും ഒക്കെ വന്നു. കാര്യം ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ ആ ആത്യന്തികമായ ഒരു ഉത്തരവാദിത്വം, അതായത് ദേവനെ സംബന്ധിച്ചും അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചും താന്ത്രിക വിധികളെ സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് തന്ത്രിയുടെ. അവിടെ നിന്ന് തന്ത്രി അറിയാതെ അവിടെ നിന്ന് ഒരു എന്താണ് വാതിൽപ്പാളി പോയിട്ട് അതിൽ നിന്നൊരു സ്പൂൺ പോലും അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണെങ്കിൽ, തന്ത്രി അറിയാതെയാണ് അല്ലെങ്കിൽ തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് ചെയ്തതെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയാനുള്ള ബാധ്യതയും തന്ത്രിക്കുണ്ട്. അത് എന്റെ നിലപാട് അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇനി ഇപ്പൊ BJP നിലപാടുമായിട്ട് വ്യത്യസ്തം ഉണ്ടാകാം. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്ത്രിക്കും ധാർമ്മികമായിട്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് കണ്ട് മൗനമായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ കുറ്റകരമായ മൗനമാണ്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും ഇവിടെ ചോദ്യം ചെയ്യപ്പെടണമല്ലോ. ഇവിടെ എന്തായാലും ഒരു ചർച്ച നടക്കുമ്പം എല്ലാ നടപടികളും ചോദ്യം ചെയ്യപ്പെടണം, ആ ചർച്ചയുടെ ഭാഗമായി വരണം. അവിടെ ഈ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ ഇതിന്റെ പിന്നിൽ അതിന്റെ ഉദ്ദേശം പൂർണ്ണമായും നിഷ്കളങ്കമാണോ എന്നുള്ളത് ആ ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം തന്ത്രി എന്താണ് ഇപ്പൊ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഈശ്വറും തന്ത്രിയും ഒക്കെ എന്താണ് പറയുന്നത്? അവിടുത്തെ താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമേ, ദേവനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡേറ്റിയുമായിട്ട് ബന്ധപ്പെട്ട താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഉത്തരവാദിത്വമുള്ളൂ. ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് തന്ത്രിയും തന്ത്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരും പറയുന്നത്. സത്യത്തിൽ ഇതേ വാക്കുകളല്ലേ മുൻ ദേവസ്വം മന്ത്രിയും പറയുന്നത്, കടകംപള്ളി സുരേന്ദ്രനും പറയുന്നതല്ലേ? ആ ദേവസ്വം മന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബോഡിയാണ്, അതൊരു ഇൻഡിവിജ്വൽ ഓട്ടോണമസ് ബോഡിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്വം? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ നിഷാദേ? ഈ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഈ മന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഒരേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞത്.